ശ്രീ ഹരിദാസ്, ഇവിടെ ഈ അമ്മ എന്താണ് ഈ മെഡിക്കൽ ടേംസിനെ പറ്റി, മെഡിക്കൽ ഈ പറയുന്ന മേഖലയെ പറ്റി അധികം അറിവില്ല, നമുക്കും അറിവില്ലല്ലോ. അധികം അറിവില്ലാത്തൊരു അമ്മ പറയുന്നു, രാത്രി വന്ന് പറഞ്ഞു അടിയന്തര ശസ്ത്രക്രിയക്ക് തയ്യാറാകണം. ആ മകൻ ചോദ്യം ചെയ്തു, അപ്പോൾ ഈ ശസ്ത്രക്രിയ തെറ്റായ ശസ്ത്രക്രിയ അല്ലേ, എന്നാൽ നിങ്ങൾക്ക് സൗകര്യമുള്ളവർ ചെയ്യും എന്നുകൊണ്ട് ഡോക്ടർ ഇറങ്ങിപ്പോകുന്നു. പിന്നെ വാർത്തയാകുന്നു, ഉച്ചയ്ക്ക് ഡോക്ടർമാർ വാർത്താസമ്മേളനം നടത്തുന്നു, അങ്ങനെ ഒരു പിഴവേ ഇല്ല, എല്ലാ പ്രൊസീജിയറൊക്കെ കറക്റ്റായിരുന്നു, അത് 2 ആഴ്ച ഊരെടുക്കേണ്ട കമ്പിയാണെന്ന് പറഞ്ഞു, ശസ്ത്രക്രിയ ഇല്ലാതെ ഇപ്പോഴും വേദന അനുഭവിക്കുന്നു എന്ന് അമ്മ പറയുകയാണ്. ഇപ്പോൾ ഡോക്ടർമാരുടെ ആ വാർത്താ സമ്മേളനം കേട്ടാൽ നമുക്കറിയില്ല ഇതിൻ്റെ സാങ്കേതിക പദാവലികൾ, മെഡിക്കൽ ടൈംസ് നമുക്കറിയില്ല. ഏതു ഭാഗത്ത് നിൽക്കണം എന്നാണ് ഹരിദാസിന് തോന്നുന്നത്? 53 കൊല്ലം മുമ്പ് ഞാൻ 5ൽ പഠിക്കുമ്പോൾ ഒരു പാട്ട് പാടിയിട്ട് സ്റ്റേജിൽ സ്കൂളിൽ ഒരു പ്രോഗ്രാമിൽ അവതരിപ്പിച്ചൊരു പാട്ടുണ്ട് കാശ്മി. ആതുരശാലകൾ ഈ വിധമായാൽ സാധുജനങ്ങൾക്ക് എന്തു വഴി, പെരും വ്യാകുലമല്ലാതെ എന്തു വഴി. അത്യന്താധുനിക ആരോഗ്യരംഗത്തെ ഡെവലപ്മെൻറ്റുകളുള്ള ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് നമുക്ക് ആ 53 കൊല്ലം മുമ്പ് ചോദിച്ച ആ ചോദ്യം വീണ്ടും ചോദിക്കേണ്ടി വരികയാണ്. ആതുരശാലകൾ ഈ വിധമായാൽ സാധുജനങ്ങൾക്ക് എന്തു വഴി. സ്വകാര്യ ആശുപത്രികൾ അറവുശാലകൾ പോലെ സാധാരണക്കാരെ ചികിത്സാ ചെലവിൽ കൊല്ലുന്നത് കൊണ്ടാണ് ഈ പാവപ്പെട്ട അമ്മയും മോനും ഈ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് പോയത് എന്നുള്ളൊരു ദയനീയാവസ്ഥ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടില്ല. അതിൻ്റെ തൊണ്ടയിടറിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് പോയിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാവുമ്പോൾ അതിനെ ഡോക്ടർമാർക്ക് അവർക്ക് സംഘടന ഉണ്ട് ഹാഷ്മി. ഈ അമ്മയ്ക്കും മകനും അല്ലെങ്കിൽ എനിക്കും ഹാഷ്മിക്കും സംഘടന ഇല്ല, നികുതിദായകർക്ക് സംഘടന ഇല്ലല്ലോ. മാത്രവുമല്ല, ഈ ഡോക്ടർമാർ പറയുന്നതാണ് ശരി എന്നുള്ളത് നാളെ വരുത്തി തീർക്കാൻ സാധിക്കും. കാരണം എന്താണെന്നറിയോ, കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അവിടെ പാവപ്പെട്ടവന്റെ വാക്കുകൾക്ക് എന്ത് വിലയാണുള്ളത്? ഞാൻ ഒരു കാര്യമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് കാലൊടിഞ്ഞിട്ട് ഈ റോഡ് ഇട്ടിട്ടുള്ള ഓപ്പറേഷൻ ചെയ്തിട്ട് അത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഒരു വിരൽ കമ്പി പുറത്തേക്ക് നിന്ന് അത് ഊരിയെടുക്കാനുള്ള എളുപ്പത്തിന് പുറത്തേക്ക് നിർത്തിയിരിക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ഓഫീസിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത്തരം പുസ്തകങ്ങൾ, ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അന്നന്ന് വായിക്കുന്നതാണ്. ഇതിലൊന്നും MBBS പഠിച്ചിട്ടൊന്നുമല്ല. ഇത്തരത്തിലൊരു കമ്പി പുറത്തേക്ക് നിർത്തിയിട്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടത്, അത് നാളേക്ക് ഊരിയെടുക്കാനുള്ള സൗകര്യത്തിനാണെന്ന് ഈ പാവപ്പെട്ട അമ്മയോടും മകനോടും പറയേണ്ടത് നിലയിലേക്ക് കേരളത്തിലെ ഡോക്ടർമാരുടെ ധാർമ്മികമായി അവർ അധപ്പതിച്ചുവെങ്കിൽ അത് അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു കാര്യമാണ് ആഷ്മി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അപച്യുതിയാണ്. ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക വഴി, ഞാൻ ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവിടെയും KGMOയുടെ ഒരു പ്രതിനിധി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടർമാരുടെ ആത്മവീര്യം കെടുത്തുന്ന ഒരു സംഗതിയാകുമെന്ന് പറയുന്നതും എനിക്ക് മനസ്സിലാകുന്നില്ല. ICUവിൽ വെച്ച് അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ ആ വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ ആത്മവീര്യം തകരുമെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് ചേർന്ന ഒരു ആത്മവീര്യമല്ല ആഷ്മി. അത് ആദ്യമായിട്ട് ഈ ഡോക്ടർമാർ മനസ്സിലാക്കുക. ഈ പാവപ്പെട്ടവരെ ഹാഷ്മി ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലെ ഈ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 2017 ഷംന എന്ന് പറയുന്ന 4ാം വർഷ MBBS സ്റ്റുഡന്റ്, ഈ ഡോക്ടർമാര്, ആ കുട്ടി 4ാം വർഷ MBBS സ്റ്റുഡന്റ് ആണ്. 4 or 5 ആ കുട്ടിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർമാർ കൂടി ചെയ്തിട്ടുള്ള ഒരു ഇഞ്ചക്ഷന്റെ പേരിൽ ആ കുട്ടി മരണപ്പെട്ടു. ആ പിതാവ് 4 വർഷത്തോളം നീതിക്ക് വേണ്ടി അലഞ്ഞു, ഒരു നീതി ലഭിച്ചില്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ആ പിതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാവപ്പെട്ടവൻ ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകളിലെ ആയാലും സർക്കാർ ആശുപത്രികളെ ആയാലും മെഡിക്കൽ നെഗ്ലിജൻസിക്ക് താങ്കൾ ഇടയ്ക്ക് പറഞ്ഞു പോയ മെഡിക്കൽ കോളേജ് ICU പീഡനം എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ രക്തം മരച്ചു പോകുന്ന സംഭവമാണ് കേട്ടോ. ഞാൻ അതിജീവിതയിൽ നിന്ന് ഫോണിൽ വിളിച്ചു, പറയുന്ന അനുഭവങ്ങൾ കേട്ടാൽ കണ്ണിൽ നിന്ന് തീക്കണ്ണീര് പൊഴിയും. ഈ പറയുന്ന അവർക്ക് ജന്മകാലത്ത് മറക്കാൻ കഴിയാത്ത ഒരു ദുരനുഭവത്തിന് അവരനുഭവിക്കേണ്ടി വന്ന യാതന, അതിന് നീതിക്ക് വേണ്ടി അവർ നടന്ന അലച്ചിൽ, അവർക്കൊപ്പം നിന്നൊരു സിസ്റ്റർ അനുഭവിക്കേണ്ടി വന്ന യാതന, ഈ പറയുന്ന യൂണിയൻ നേതാവിന് വേണ്ടി ഒരു സർക്കാർ സംവിധാനം ഒന്നാകെ കൈചേർത്ത് പിടിച്ചു നിൽക്കുന്ന അവസ്ഥ, ഉഡായിപ്പ് സസ്പെൻഷൻ, ആ വാർത്ത നമ്മൾ ആ ചർച്ചയിലേക്ക് പോകണ്ട. പക്ഷെ ആ സംഭവം കുറച്ചുകൂടി ഇതുപോലൊന്നും അല്ല, അതിൻ്റെ തലം വേറെയാണ്. ഹരിദാസ്, നോക്കൂ, ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. അതായത് ധാർമ്മികമായിട്ട് ഇത്തരം വിഷയങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഡയലോഗ് എടുത്ത് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
ഹാഷ്മി ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ആ സ്ത്രീയോട് കൂടിയിട്ട് ആകെ കൂടിയിട്ട് ആ ആശുപത്രിയിൽ നിന്ന് ഒരു നേഴ്സാണ്. ആ നേഴ്സ് എത്രമായ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി കഴിഞ്ഞ 15 ദിവസം മുമ്പ് അതിനെ ജോലിയിലെടുക്കാൻ പരമോന്നത നീതിപീഠം പറഞ്ഞിട്ട് പോലും കൂട്ടാക്കാൻ സർക്കാർ തയ്യാറായില്ല. കേരളത്തിലെ ദിവസവേതനം വാങ്ങിക്കുന്ന എംപാനൽ ഡ്രൈവറെ തൂക്കിക്കൊല്ലണം എന്ന അട്ടഹസിക്കുന്ന ഒരൊറ്റ ഒരാൾ പോലും ആ അതിജീവിതയ്ക്കൊപ്പം ഇല്ല. ഈ പറയുന്ന ഈ യൂണിയൻ നേതാവ് വേട്ടക്കാരന് വേണ്ടി ആരോഗ്യവകുപ്പ് നിൽക്കുക. എന്താണ് ഈ പറയുന്ന കോടതി വിധി ഉണ്ടായിട്ടും അവർക്ക് പുനർനിയമനം കൊടുക്കാതെ അവരെ പിന്നെയും കുത്തിയിരിപ്പ് സമരം നടത്തി ആരോഗ്യമന്ത്രി എതിര് പറഞ്ഞ് അയാൾക്കൊപ്പം നിൽക്കുക. ശ്രീ ഹരിദാസ്, എന്ത് നാടാണെന്ന് ചോദ്യം സ്വാഭാവികമായി സംശയം ഉണ്ടാവും. ആരോഗ്യമന്ത്രി എന്തൊരു നാടാണ് ഹാഷ്മി, എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ പോക്ക്? മാനവരാശിയുടെ നിലനിൽപ്പ് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളൊരു സത്യം അടിക്കടി മന്ത്രിമാരും ഈ വീണ ജോർജൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാം. അത്തരമൊരു രാജ്യത്ത്, അത്തരമൊരു നാട്ടിൽ, അത്തരമൊരു സംസ്ഥാനത്ത് എല്ലാ നീതി നിയമ സംവിധാനങ്ങളും സജ്ജമായിട്ടുള്ളൊരു സ്ഥലത്ത് വലത് കൈയിന്റെ ഓപ്പറേഷൻ ചെയ്യണവരുടെ ഇടത് കൈ ഓപ്പറേഷൻ ചെയ്യുന്നു. ഒരു വിരല്, 6ാമത്തെ വിരല് നീക്കം ചെയ്യാൻ പോയ ഒരു കുട്ടിയുടെ നാക്കിന് ഓപ്പറേഷൻ ചെയ്തു വിടുന്നു. ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു മനുഷ്യന്റെ കാലിന് ഇടേണ്ട റോഡ് എടുത്തിട്ട് കയ്യിലെ റോഡ് ഫിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു പോകുന്ന ഓരോ രോഗിയും തിരിച്ചെത്തുന്നത് വരെ ഈ ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലിരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ആദിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഹാഷ്മി. എത്രത്തോളം ആദി പിടിച്ചിട്ടാണ് കിഡ്നി ഓപ്പറേഷൻ അകത്തേക്ക് കടന്നവനെ ലിവർ ഓപ്പറേഷൻ ചെയ്ത് പുറത്തേക്ക് വിടേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം മാറി എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ പോക്ക്? എന്നിട്ടും പറയുന്നു നമ്മൾ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്ന്. സമ്മതിക്കാം, പക്ഷെ അതിന് ഇത്തരത്തിലുള്ള കൊട്ടിഘോഷിക്കലുകൾ നടത്തുമ്പോഴാണ് നമ്മുടെ ആരോഗ്യ മേഖല കാലാകാലങ്ങളായി മെച്ചപ്പെട്ടതാണ് മറ്റു സംസ്ഥാനം, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിന് ഈ പറയുന്ന സംഭവങ്ങളെയൊക്കെ ന്യായീകരിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ കേരളത്തിന് മനോവീര്യം കിട്ടുപോകും എന്നൊക്കെ പറയാവോ? ഞാൻ അങ്ങനെയൊക്കെ